ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന ഫുട്ബോളിംഗ് ഫിക്ചേഴ്സിനെ പറ്റിയാണ്. ഇന്നലെ പ്രീമിയർ ലീഗിൽ കുറേ ഗെയിം നടന്നു, ലാ ലീഗയിൽ ഒരു ഗെയിമാണ് നടന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയർ ലീഗിലെ ഗെയിമിനെ പറ്റി തന്നെ സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇന്നലത്തെ എലിഫൻറ്റ് ഇൻ ദ റൂം മാഞ്ചസ്റ്റർ ഡാബിനെ പറ്റി തന്നെ സംസാരിച്ച് തുടങ്ങാം. മാഞ്ചസ്റ്റർ ഡാബിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ പെപ്പിനെ ഇരുത്തിക്കളഞ്ഞു. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ലൈനപ്പിനോ അല്ലെങ്കിൽ ബാക്കി എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന എക്സ്പെക്റ്റേഷനെ പറ്റിയോ അത് കഴിഞ്ഞ് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പ് പെപ്പിനെ ഇരുത്തിക്കളഞ്ഞു. ഞാൻ ഇതുവരെ പെപ്പ് ഗാർഡിയോളയുടെ ഒരു സൈഡും ഞാൻ ഫുട്ബോൾ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ വിറപ്പിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഒരു ടീമും ഞാൻ ഫുട്ബോൾ കണ്ട സമയം ഇപ്പോൾ ക്ലോപ്പിൻ്റെ ലിവർപൂൾ പോലും സിറ്റി ഹാഡ് ദർ അപ്പർ ഹാൻഡ് ഒരു പോയിന്റിൽ ഒരു ഗെയിമിൻ്റെ എപ്പോഴെങ്കിലൊക്കെ അവർക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. ബിക്കോസ് അത് രണ്ട് ഫിലോസഫിയുടെ ക്ലാഷ് ആയിരുന്നു അവിടെ. പക്ഷേ ഇത് ടോട്ടലി പെപ്പിനൊന്നും ചെയ്യാൻ പറ്റില്ല, പെപ്പിൻ്റെ ടീമിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിൽ മൂവ് ഇൻ ടു ദ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾഡ് ട്രാഫോർഡിലായിരുന്നു കളി. വെരി വിയേർഡ് ലൈനപ്പ് ഫ്രം യുണൈറ്റഡ് ട്വിറ്ററിലൊക്കെ യുണൈറ്റഡ് ഫാൻസ് ലൈനപ്പ് കണ്ടപ്പോൾ ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു. ബിക്കോസ് കാണുമ്പോൾ കുഞ്ഞിയില്ലായിരുന്നു, ഷെസ്കോ ഇല്ലായിരുന്നു, ആൻഡ് എംബുവേമായിരുന്നു അപ്പ് ഫ്രണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് 10, പിവട്ടിൽ കസമീറോ ആൻഡ് മൈനു, റൈറ്റിൽ അമാദ്, ലെഫ്റ്റിൽ ഡോർഗു ആൻഡ് യൂഷ്വൽ ബാക്ക് ലൈൻ തന്നെയായിരുന്നു വിത്ത് ഡാലോ ഓൺ ദ റൈറ്റ് ബാക്കായിട്ട്, അപ്പോൾ വിത്ത് ലാമൻസ് കീപ്പറായിട്ട്. ആൻഡ് സിറ്റിയുടെ ലൈനപ്പിലോട്ട് വരുമ്പോൾ ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഇനഫ്. അത് എസ്പെഷ്യലി അതിനകത്ത് കളിക്കുന്ന പേഴ്സണൽ കാരണം തന്നെയാണ് ഐ വുഡ് സേ. ബിക്കോസ് ഇന്നലെ റൈറ്റ് ബാക്കായിട്ട് റീക്കോ ലൂയിസ് ആയിരുന്നു. വെരി വെരി പുവർ പെർഫോമൻസ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായിപ്പോയി കണ്ടിട്ട്. കാര്യം ഹി വാസ് പ്ലേയിങ് വെരി ബാഡ്. മത്തിയാസ് നൂനസ് ആ റോളിൽ ഈ സീസണിൽ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ 1% പോലും റീക്കോ ലൂയിസ് ഇട്ടിട്ടില്ല. ഇതിനു മുമ്പ് റൈറ്റ് ബാക്ക് കളിക്കുമ്പോൾ ഇനി ഇടാനും പോകുന്നില്ല. ഇന്നത്തെ കളിയിൽ ഇട്ടിട്ടുമില്ല. കാര്യം ഹീസ് നോട്ട് ഫിസിക്കലി ഗുഡ് ഇനഫ് ടു ബി എ റൈറ്റ് ബാക്ക്. ഹീസ് നോട്ട് ഫിസിക്കലി സ്ട്രോങ് ഇനഫ് ടു ബി ഒരു പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഫിസിക്കലി സ്ട്രോങ് അല്ല. അത് പുള്ളീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സ്റ്റിൽ അത് പുള്ളിയുടെ ഒരു വീക്ക്നെസ്സാണ്. അത് ഇന്നലെ ഡോർഗോ ഓൺ ദ ലെഫ്റ്റ് അത് നല്ല രീതിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആസ് എ ഹോൾ ഇന്നലെ യുണൈറ്റഡ് വെർ വെരി സ്ട്രോങ് ഫിസിക്കലി. അവർ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു സിറ്റീനെ. ആൻഡ് റിക്കോ ലൂയിസ് ആയിരുന്നു റൈറ്റ് ബാക്ക്, ഹുസനോവസ് റൈറ്റ് സെൻറ്റർ ബാക്ക്, ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ട് അലൈനായിരുന്നു അവരുടെ അക്കാഡമി പ്രൊഡക്റ്റാണ്. അവർ വാട്ട്ഫോർഡിൽ നിന്ന് തിരിച്ചുകൊണ്ടെന്നാണ്. അപ്പോൾ അലൈൻ ഇപ്പോൾ 3-4 കളി കളിക്കുന്നു. അപ്പോൾ അലൈൻ ആയിരുന്നു ലെഫ്റ്റ് സെൻറ്റർ ബാക്ക്. ലെഫ്റ്റ് ബാക്കിൽ നേത്തനാക്കിയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മിഡ്ഫീൽഡ് ഇറ്റ് വാസ് റോഡ്രി, ബെർണാർഡോ സിൽവ, ഫോഡൻ, പിന്നെ സെമന്യോ ഓൺ ദ റൈറ്റ്, ലെഫ്റ്റിൽ ഡോക്കു ആൻഡ് സ്ട്രൈക്കറായിട്ട് ഹാലൻഡിന് ഞാൻ കണ്ട സ്റ്റാറ്റാണ് ട്വിറ്ററിൽ, സത്യമാണെന്നറിയില്ല, 3 പാസുകൾ എന്താ കംപ്ലീറ്റഡ് ഉള്ളൂ ഹാലൻഡിന്. ആൻഡ് ഇതായിരുന്നു സിറ്റിയുടെ ലൈനപ്പ്. സിറ്റിയുടെ ലൈനപ്പിലോട്ട് വരുമ്പോൾ ആ സിറ്റിയുടെ ലൈനപ്പിലെ ഫ്ലോ തന്നെ പറയാം. ഒന്ന് നിക്കോ റൈലി, ഇവരുടെ എനിക്ക് തോന്നുന്നു സിറ്റിയുടെ ഏറ്റവും നല്ല പ്ലെയേഴ്സാണ് മത്തിയാസ് നൂനസ് ആയാലും നിക്കോ റൈലിയിൽ. അവർ രണ്ടുപേരും ഇന്നലെ കളിച്ചിട്ടില്ല. മത്തിയാസ് നൂനസ് ഐ തിങ്ക് ഈസ് ഇഞ്ചേർഡ്, എന്നോ നോക്കാണ് ഇഞ്ചുറി ആണെന്നറിയില്ല. നിക്കോ റൈലി കഴിഞ്ഞൊരു മാസമായിട്ട് ഫറ്റീഗ് ഉണ്ട്. കാര്യം പയ്യനാണ്, 20 വയസ്സുള്ളൂ. ഇത്രയും ഹൈ ലെവൽ പ്രൊഫഷണൽ ഫുട്ബോൾ ഒരു 6 മാസം കളിച്ചപ്പോൾ ഫറ്റീഗ് വന്നതാണ്. അതിൻ്റെ ഒരു പേരിൽ ഐറ്റ്നൂറിനെ പോലും ഇറക്കാതെ ആണ് നാത്തനാക്കേനെ പിടിച്ച് കളിപ്പിച്ചത്. അവിടെ പ്രശ്നം വന്ന അലൈനാണ്. അപ്പോൾ ഗെയിമിലോട്ട് വരികയാണെങ്കിൽ യുണൈറ്റഡ് ഹാഡ് ദർ ഫ്രണ്ട് ഫുട്ട്. അവരുടെ സിറ്റിയുടെ ത്രോട്ടിലായിരുന്നു യുണൈറ്റഡിൻ്റെ ബൂട്ട്സ്. കാര്യം പിൻ ചെയ്തു സിറ്റിയെ ഒരു പോയിന്റിൽ ഫ്രണ്ടിലോട്ട്. സിറ്റിക്ക് പൊസിഷൻ ഉണ്ടായിരുന്നു, 30% പൊസിഷൻ ഉണ്ടായിരുന്നു യുണൈറ്റഡ്. 30% പൊസിഷൻ വെച്ചാണ് 2-0 യുണൈറ്റഡ് ജയിക്കുന്നത്. ഇന്നലെ 3-4 ഓഫ് സൈഡ് ഗോളുകളുണ്ടായിരുന്നു. ക്ലിയർലി ഡോമിനേറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി. കാര്യം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഫിസിക്കലി അപ്പർ ഹാൻഡ് ഉണ്ടായില്ല യുണൈറ്റഡിനേക്കാളും. അതും ഇന്നലെ നല്ലോണം കളിച്ചെങ്കിലും ബിമസെ, മൈനു, കസമീറോ മിഡ്ഫീൽഡ് അഗെയിൻസ്റ്റ് ആണ്. റോഡ്രി ഉള്ളൊരു മിഡ്ഫീൽഡ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തതെന്നാണ്. ഇറ്റ്സ് ഫുട്ബോൾ, എല്ലാം എന്ത് രീതിയിലും വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ ഇന്നലെ കാരിക് ഗോട്ട് ഇറ്റ് റൈറ്റ്. കാരിക്കിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഫെർജി ഫിലോസഫി തന്നെയാണ്. ഇവരൊക്കെ ഏകദേശം അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. റോക്ക് ആൻഡ് റോൾ ഫുട്ബോളായിരിക്കും. ഒന്ന് സാക്രിഫൈസ് ചെയ്ത് അപ്പുറത്ത് നല്ലതാക്കുക എന്നുള്ള പരിപാടിയാണ്. പക്ഷേ കാരിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പെസിഫിക് ടാക്ടിക്സ് അല്ല. കാരിക്കിൻ്റെ ഉള്ള പ്ലെയേഴ്സിൻ്റെ ഏതാണോ നല്ലത്, അതല്ലെങ്കിൽ എന്താണ് അവരുടെ സ്കിൽ സെറ്റിന് പറ്റിയത്, അങ്ങനെയാണ് ലൈനപ്പ് ഇറക്കുന്നത്, അങ്ങനെയാണ് ടാക്ടിക്സ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസ്, അമാദായാലും ഇവരൊക്കെ അവരുടെ സ്ട്രെങ്ത്തിന് അനുസരിച്ച് കളിക്കുന്നുണ്ട്, കൊബിമേനു അതിലൊക്കെ. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെ സ്കിൽ സെറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇന്നലെ കാരിക്ക് ഒരു ലൈനപ്പ് ഇറക്കി. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. എസ്പെഷ്യലി ഇന്നലെ ഇറക്കിയ ചില ചേഞ്ചുകൾ, അതായത് ചേഞ്ച് ഇൻ ദ സെൻസ് ലൈനപ്പിൽ ഫസ്റ്റ് ഇറക്കിയ ചേഞ്ച് എസ്പെഷ്യലി ഡോർഗു ഒക്കെ ക്ലിയർലി പിൻ ചെയ്യായിരുന്നു ഹാഫ് സ്പേസുകൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ചാനലുകൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
4-4-2 മിഡ് ബ്ലോക്ക് ഇട്ട് ഡിഫെൻഡ് ചെയ്യായിരുന്നു. അതും ദേ വർ വെരി കോമ്പാക്റ്റ്, അതിൽ സംശയമൊന്നുമില്ല. സിറ്റീനെ ഒരു സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഗെയിമിൻ്റെ ഓരോ ഫേസിൽ. കാര്യം ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അപ്പുറത്ത് നേരെ വലിയൊരു യാർഡ്സ് ഓഫ് സ്പേസ് ആണ്. അത് ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ആക്കിയാക്കിയത് ഓടിയെത്താൻ പറ്റില്ല. ആക്കിയാക്കി അതിനുള്ള റിക്കവറി പേസ് ഇല്ല. ഇപ്പുറത്ത് റിക്കോ ലൂയിസിനെ ബോഡി ചെയ്യാണ് ഡോർഗോ ആയിക്കോട്ടെ, ബാക്കി ഓവർലാപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഓവറോൾ ഫിസിക്കലി ദേ വർ ബുള്ളിഡ്. പ്രസ് ചെയ്ത് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു സിറ്റിനെ. എസ്പെഷ്യലി ആ പെപ്പ് ലൈൻഡേഴ്സിനെ പറ്റി പറയാൻ മുമ്പ് എനിക്ക് പറയാനുള്ളത്, അത് യു ബ്രിങ് ഇൻ ചെർക്കി ഓർ ഫോഡനോ ഏതെങ്കിലും ഒരു പ്ലെയറെയാണ് നമ്പർ 10 ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ യു കാൺട്ട് ഹാവ് ബെർണാഡോ സിൽവ പ്ലേയിങ് ദർ. ബിക്കോസ് ബെർണാഡോ സിൽവ എത്ര ഓടുന്നുണ്ട്, എത്ര പ്രസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് ഫിസിക്കലി സ്ട്രോങ് ഇനഫ് ടു ബുള്ളി ടീംസ്. അതൊരു സത്യമാണ്. ഇപ്പോൾ സിറ്റി തന്നെ ഇപ്പോൾ മെഡ്രിഡിനായാലും ലൂപ്പോളിനെയൊക്കെ ആയാലും പിൻ ചെയ്ത് കളിക്കുന്നുണ്ട്. അത് ഇപ്പോൾ നിക്കോ റൈലി, മത്തിയാസ് ന്യൂനസ് ഇല്ലാത്തപ്പോഴാണ്. ആൻഡ് സിറ്റിയുടെ ബിൽഡപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാര്യം അവരുടെ ഏറ്റവും ബിൽഡപ്പ് ചീറ്റ് കോഡ്സ് ആയ 3 പ്ലേയേഴ്സ് ഇല്ലായിരുന്നു ഇന്നലെ പിച്ചിൽ. ഗോഡിയോൾ വാസ് ഔട്ട്, ഗോഡിയോൾ ഇഞ്ചോർഡാണ്. നിക്കോ റൈലി ഇല്ലായിരുന്നു. ആൻഡ് ഡോണറുമ കീപ്പറാണ്. വി കാണ്ട് എക്സ്പെക്ട് ബിൽഡപ്പ് ഒന്നും പുള്ളിയുടെ ഒരു ഇൻപുട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആൻഡ് മത്തിയാസ് ന്യൂനസും ഇല്ലായിരുന്നു. കാര്യം ഈ 3 പേരും ടെക്നിക്കലി മിഡ്ഫീൽഡേഴ്സ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്സ് ആണ് ഗോഡിയോൾ. ആൻഡ് ഈ മത്തിയാസ് ന്യൂനസ് ആയാലും നിക്കോ റൈലി ആയാലും മിഡ്ഫീൽഡേഴ്സാണ്. അപ്പോൾ ഇവരുടെ ഇൻപുട്ട് ഇല്ലാത്തത് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സിറ്റീനെ. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് യുണൈറ്റഡ് ഇന്നലെ ദേ പ്ലേഡ്, ഐ തിങ്ക് ഞാൻ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് ഓലയുടെ അടുത്തുനിന്ന് പോലും, ഓലയുടെ സിസ്റ്റത്തിൽ നിന്ന് പോലും കാണാത്ത ഒരു ടൈപ്പ് ഔട്ട്പുട്ടാണ് ഞാൻ ഇന്നലെ യുണൈറ്റഡിൽ നിന്ന് കണ്ടത്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഇവർ അടുത്ത ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ ഗെയിമിൽ ആസ് എ ഫാൻ ദേ റിയലി ഹാഡ് മൈ റെസ്പെക്ട്. ബിക്കോസ് അത്ര നന്നായിട്ട് കളിച്ചു. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഫുട്ബോളാണ് ഇഷ്ടം. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നലെ ഫുട്ബോളാണ്. സിറ്റി വെർ സ്കൂൾഡ്. ഒന്നും പറയാനില്ല യുണൈറ്റഡിൻ്റെ കേസിൽ. യുണൈറ്റഡ് ലിവർപൂളിന് താഴെ ഒരു പോയിൻ്റ് ഗ്യാപ്പിൽ ഇപ്പോൾ 5th ഉണ്ട്. ദേ വിൽ ഡൂ ഗുഡ് ബിക്കോസ് 40 കളിയുള്ളൂ, എല്ലാ വീക്കിലും ഒരു കളിയുള്ളൂ. അപ്പോൾ വെരി ഗുഡ് ടൈം ടു റിക്കവർ. അവർക്ക് റൊട്ടേറ്റ് ചെയ്യാം. കസമീറോ ഒക്കെ സ്റ്റോപ്പ് നോച്ച്. കാര്യം ആഴ്ചയിലൊരു കളിയിലുള്ളൂ. അപ്പോൾ ദേ വിൽ പ്ലേ വെരി ഗുഡ്. ആൻഡ് പ്ലേയേഴ്സ് ഫിറ്റായിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ വല്ല മിറക്കിൾ സംഭവിക്കണം കുറേ പ്ലേയേഴ്സ് ഈ സിംഗിൾ ഗെയിം ഓഫ് ദ വീക്കുള്ളപ്പോൾ ഇഞ്ചേർഡ് ആവാനായിട്ട്. ആൻഡ് എവ്രി വൺ. ഇപ്പോൾ യുണൈറ്റഡിൽ ഇന്നലെ ഒരാൾക്ക് പോലും മോശം കളി ഉണ്ടായില്ല. മോശം കളി എന്നാണ് ലാമൻസിന് പറയുന്നത്. ലാമൻസിനെ കണ്ടിട്ടില്ല ഇന്നലെ പിച്ചിൽ. കാര്യം സിറ്റിക്ക് അറ്റംപ്റ്റ്സ് ഒന്നും ഉണ്ടായില്ല. സിറ്റി വേർ കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ. ഹാലൻഡ് വാസ് ഐസൊലേറ്റഡ്. ആൻഡ് അടുത്തത് എനിക്ക് പെപ്പ് ലൈൻഡേഴ്സിനെ പറ്റി പറയണം. ഇന്നലെ കണ്ടത് അത് പെപ്പ് ലൈൻഡേഴ്സിൻ്റെ ക്ലിയർ ഇൻഫ്ലുവൻസ് ആണ് ഗെയിമിൽ, അതായത് സിറ്റിയുടെ ഗെയിമിൽ. ബിക്കോസ് ആ ഒരു ടൈപ്പ് പേഴ്സണൽ ഇല്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഹാവ് ദ പ്ലേയേഴ്സ് ടു പ്രസ് അപ്പ് ഹൈ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പിൻ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, വിങ്ങേഴ്സ് കയറുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ബാക്സ് കയറുമ്പോൾ അപ്പുറത്ത് കവർ കൊടുക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് ഇല്ലെങ്കിൽ അത് കളിക്കാതിരിക്കുക. അങ്ങനത്തെ ഫുട്ബോൾ നിങ്ങൾക്ക് ഹൈ മെറ്റൽ ഫുട്ബോൾ കളിക്കണമെങ്കിൽ യു നീഡ് അങ്ങനത്തെ പേഴ്സണൽ വേണം. ഇപ്പോൾ ബീറ്റ് ന്യൂകാസിൽ, ബീറ്റ് ഇപ്പോൾ PSG ഹൈ മെറ്റൽ ഫുട്ബോളിൻ്റെ ഒരു ടൈപ്പ് വേരിയൻ്റാണ് കളിക്കുന്നത്. ക്ലോപ്പ് ഇതാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ വെരി ഫിസിക്കൽ. അവർക്ക് അത് എങ്ങനെ പോയാലും അവർക്ക് ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റും വിത്തൗട്ട് റിസ്ക്. ഈ ക്ലോപ്പിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ പെപ്പ് ലൈൻഡേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതാണ്. ഹീസ് വെരി അഡമൻറ്റ് അബൌട്ട് സ്റ്റൈൽ ആൻഡ് ഹീസ് വെരി ഗുഡ് അറ്റ് മാനിപ്പുലേറ്റിംഗ് ഹിസ് ഹെഡ് കോച്ചസ്. അത് തന്നെയാണ് ഇപ്പോൾ ഗോഡിയോളയെ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഇന്നലെ ഗോഡിയോളയുടെ ടീമിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിയില്ല. കാര്യം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി പെപ്പ് ലൈൻഡേഴ്സ്. ഞാൻ പെപ്പ് ലൈൻഡേഴ്സ് മാനേജറൽ ജോബ് എടുത്തപ്പോൾ RB സാൽസ്ബർഗിൻ്റെ 2-3 കളി കണ്ടിരുന്നു. RB സാൽസ്ബർഗിൻ്റെ കളിയാണിത് ഇന്നലെ കണ്ടത്. കാര്യം യു ഹവ് ബെറ്റർ പേഴ്സണൽസ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വീക്ക് ഇൻ വീക്ക് ഔട്ട് 10-15 കിലോമീറ്റർ എല്ലാ പ്ലേയേഴ്സും ഓടണം ഇങ്ങനത്തെ സ്റ്റൈലിൽ. ക്ലോപ്പിൻ്റെ സിസ്റ്റത്തിൽ ഓടിയിട്ടുണ്ട്, PSG ഓടിയിട്ടുണ്ട്, എൻട്രിക്കയുടെ അണ്ടറിൽ ഇപ്പോൾ ഓടുന്നു, ന്യൂകാസിലിൽ ഓടുന്നു എല്ലാ പ്ലേയേഴ്സും. അത് സിറ്റിയിലില്ല അങ്ങനത്തെ പ്ലേയേഴ്സ്. യു ഹാവ് ഒരു 1-2 പ്ലേയേഴ്സിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ട്. അത് കവറപ്പ് ചെയ്യാൻ വേറെ 2 പ്ലേയേഴ്സിൻ്റെ പണിയെടുക്കേണ്ടി വരും. അത് വീക്ക് ഇൻ വീക്ക് ഔട്ട് ഈ സിറ്റി ടീമിന് പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. അപ്പോൾ ഐ തിങ്ക് പെപ്പ് ലൈൻഡേഴ്സ് ടോട്ടലി ഈ ടീമിനെ ടേക്കപ്പ് ചെയ്തതുപോലെ ഉണ്ട്. ദേ നീഡ് പേഴ്സണൽസ് ടു ഈ ഫുട്ബോൾ കളിക്കണമെങ്കിൽ. അല്ലെങ്കിൽ തിരിച്ച് ഗോഡിയോള എങ്ങനെയാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത് അതിലോട്ട് പോകേണ്ടി വരും. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ആൻഡ് സിറ്റി അഗൈൻ ഡ്രോപ്പ് പോയിൻറ്റ്സ്. ആ ഒരു ഇൻ്റർമിൻ്റെ അടുത്തും കൂടെ സിറ്റി ഗോഡിയോള പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ചെൽസിയുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്തു, ഇപ്പോൾ യുണൈറ്റഡിൻ്റെ അടുത്തും ഡ്രോപ്പ് ചെയ്തു. യുണൈറ്റഡ് ഹാവ് മൈ റെസ്പെക്ട് ടു ബി ഫെയർ, അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അടുത്ത ഗെയിം ഇസ് ലിവർപൂൾ വേഴ്സസ് ബേൺലി. ആൻഫീൽഡിലായിരുന്നു. 1-1 ഡ്രോ. സിമിലർ. ഇത് കുറച്ച് മാസം, ഒരു 1-1.5 മാസമായിട്ട് കാണുന്ന അതേ പരിപാടി. ഫസ്റ്റ് ഹാഫ് നല്ലോണം കളിക്കും, സെക്കൻഡ് ഹാഫ്
പേടിച്ച് കളിക്കും. അതായത് ഈ 1-ല്ലേ ഉള്ളൂ, ഇതങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കളിക്കുന്നത്. ക്ലിയർലി ദ മാനേജേഴ്സ് മെൻറ്റാലിറ്റി, അതിൽ സംശയമൊന്നുമില്ല. വെരി വെരി പുവർ മെൻറ്റാലിറ്റി. പറയാതിരിക്കാൻ വയ്യ, ആൻഫീൽഡ് ബൂ ചെയ്തു എന്നല്ല ആർനെ സ്ലോട്ടിനെ. ആൻഡ് ഇതിൽ എക്സ്ക്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ ഐ ഹാവ് ടു ബി വിത്ത് സ്ലോട്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഐ തിങ്ക് ഹീ ഈസ് നോട്ട് ദ റൈറ്റ് മാൻ എനിമോർ. ബിക്കോസ് അതെൻ്റെ ഒരു മെൻറ്റൽ ഇതായിരിക്കാം. കാര്യം ചാബി അലോൺസോ അവൈലബിൾ ആയതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത് ഇങ്ങനെ ഇപ്പോൾ വേണ്ടാന്ന്. കാര്യം കഴിഞ്ഞ 2-3 ആഴ്ച വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഹീ ഷുഡ് ബി ദർ ടിൽ ദി എൻഡ് ഓഫ് ദ സീസൺ. പക്ഷേ ഇപ്പോൾ സൈക്കോളജിക്കലി ഫാൻസ് ആർ അഗെയിൻസ്റ്റ് സ്ലോട്ട്. അത് 2 കാര്യം കൊണ്ടാണ്. അത് 4 കളി അടുപ്പിച്ച് ഡ്രോ ആയി. അതിൻ്റെ കൂടെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഫുട്ബോളാണ്. ഇന്നലെ 1-1 ജയിച്ചത്. വേർഡ്സ് ഗോൾ അടിച്ചു. ഹി ഹാസ് ബീൻ ബ്രില്യൻറ്റ് ഈ ഒരു കഴിഞ്ഞൊരു ഡിസംബർ മുതൽ. അത് ഒബ്വിയസ് ആയിരുന്നു. പീപ്പിൾ ഹു റോട്ട് ഹിം ഔട്ട്, എനിക്ക് തോന്നുന്നു ഒന്നുകിൽ വേർഡ്സിനെ സൈൻ ചെയ്യാൻ പറ്റാത്ത ടീമിലെ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ദേ ഹാവ് ബീൻ സീൻ പ്രോപ്പർ ഫുട്ബോൾ. എന്ന് വെച്ചാൽ ഞാൻ എക്സ്പേർട്ടാണെന്നല്ല, ഐ തിങ്ക് എ ടാലൻറ്റ് ലൈക്ക് വേർഡ്സ് ഷുഡ് ഫ്ലറിഷ് ഇൻ പ്രീമിയർ ലീഗ്. അതിന് കുറച്ച് സമയം എടുത്തു എന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഹി ഹാസ് ബീൻ ഫൈൻഡിങ് ഹിസ് ഫീറ്റ് ഓൾ ടുഗെദർ. സെയിം വിത്ത് എക്കിറ്റിക്ക്. എല്ലാവരും ഇന്നലെ പ്ലെയർ വൈസ് എവറി വൺ വെർ ഗുഡ്. ഒരു കൊണാട്ടയുടെ 2-3 മൊമെൻറ്റ് ഒഴിച്ച് നിർത്തിയാൽ എവറി വൺ വെർ ഗുഡ്. പക്ഷേ മാനേജർ വൈസ് ഹീസ് ക്ലിയർലി ഔട്ട് ഓഫ് ഹിസ് ഡെപ്ത്. പുള്ളി പേടിച്ചാണ് കളിപ്പിക്കുന്നത്. ബേൺലിയുടെ കൂടെയൊക്കെ ഡ്രോ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഒന്നും ടീമിൻ്റെ കൂടെ ഡ്രോ ആവരുത്. ഡ്രോ ആയിക്കഴിഞ്ഞാൽ ഡിസോൾവ് ദ ക്ലബ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറയുന്നവരാണ്, ഡിസോൾവ് ദ ക്ലബ് എന്നാണ് എനിക്കിപ്പോഴും പറയാൻ തോന്നുന്നത്. കാര്യം ദിസ് ഇസ് നോട്ട് ഗുഡ് ഇനഫ്. ലിവർപൂളിൻ്റെ പോലത്തെ ഒരു സൈഡ് ഇങ്ങനത്തെ ഒരു ടീമിനെ അഗേൻസ്റ്റ്, ഞാൻ കുറച്ച് കാണുകയാണെന്ന് ചിലർക്ക് തോന്നുമായിരിക്കാം, പക്ഷേ ഇങ്ങനത്തെ ഒരു ടീമിനെ അഗേൻസ്റ്റ് ഒന്നും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യരുത്. ഇറ്റ് ഈസ് വെരി പുവർ. ഹീ ലൂസ് ഹിസ് ജോബ്. മാർസിയലിൻ്റെ കൂടെയാണ് അടുത്ത കളി ലിവർപൂളിന്. ആൻഡ് ഐ തിങ്ക് ഡിസർബിയുടെ കൂടെയാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് ടീം. ആ ടീമിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. വി വോണ്ട് വിൻ. ലിവർപൂൾ വിൽ നെവർ വിൻ ദാറ്റ് ഗെയിം. അപ്പോൾ എന്താവുക കളി എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. അടുത്തത് ചെൽസി വേഴ്സസ് ബ്രെൻഫോർഡ് ഗെയിം. ഞാൻ ഹൈലൈറ്റ്സ് ആണ് കണ്ടത്. അപ്പോൾ ഇന്നലെ പാമറിൻ്റെ ഒരു പെനൽറ്റിയിലും ജോ പെഡ്രോയുടെ ഒരു ഗോളിലുമാണ് ജയിച്ചത്. ഞാൻ ആർസനലിൻ്റെ കർബോ കപ്പ് ഗെയിം കണ്ടത് വെച്ച് റൊസനിയറിൻ്റെ ഒരു കാര്യം പറയാം. പ്രാക്ടിക്കലി ഈസ് പ്ലേയിങ് ഒരു സൂയിസൈഡ് ബോൾ പോലത്തെ ഫുട്ബോളാണ് കളിപ്പിക്കുന്നത്. പക്ഷേ ഐ ഫീൽ ഇഫ് ഈസ് ഗിവൺ പ്രോപ്പർ പേഴ്സണൽ, പുള്ളിക്ക് അത് ത്രൈവ് ചെയ്യാൻ പറ്റൂടെ. കാര്യം അത്ര അതായത് അഴിച്ചുവിട്ട ഫുട്ബോളല്ല, ഒരു കുറച്ച് മീറ്റേഡാണ്. എനിക്ക് തോന്നുന്നൊരു നല്ല ബോൾ പ്ലേയിങ് കീപ്പർ പെൻഡേഴ്സ് ഉണ്ട് സ്ട്രാസ്ബർഗിൽ. പെൻഡേഴ്സ് ആൻഡ് ഇപ്പോൾ ജെറമി ജാക്കറ്റിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ട്രാൻസ്ഫർ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ജെറമി ജാക്കറ്റിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അത് വിൽ ബി എ ഹ്യൂജ് എയ്ഡ് ഫോർ ചെൽസി. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ദിൽ ഡു ഗുഡ് ഐ ഗെസ്. അപ്പോൾ ഇന്നലെ ജയിച്ചു ബ്രെൻഫോർഡിനെ അഗേൻസ്റ്റ് ജയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. കാര്യം തട്ടിമുട്ടിയാണെങ്കിലും ഇഫ് യു വിൻ അഗേൻസ്റ്റ് ബ്രെൻഫോർഡ് യു ആർ വെരി ഗുഡ്. ബിക്കോസ് ഈ ടീമിലെ ഏറ്റവും വലിയ ഈ ലീഗിലെ ഏറ്റവും വലിയ ഡാർക്ക് ഹോഴ്സുകളിലൊന്നാണ് ബ്രെൻഫോർഡ്. അപ്പോൾ ദേ ആർ വെരി സ്ട്രോങ് ഫിസിക്കലി ആൻഡ് ടാക്ടിക്കലി നോക്കുമ്പോൾ ഒരു സെറ്റ് പീസ് കോച്ചാണ് അവരുടെ മാനേജർ. പക്ഷേ അവരുടെ അഗെയിൻസ്റ്റ് പോയിൻ്റ് എടുക്കുക എന്ന് പറയുന്നത് 3 പോയിൻ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഓവറോൾ ഇറ്റ് വാസ് എ പ്രിറ്റി ഗുഡ് ഗെയിം. ഡീസൻറ്റ് ഗെയിമായിരുന്നു. എന്നാലും പ്രശ്നങ്ങളുണ്ട് ചെൽസിക്ക്. അത് അവൈലബിൾ പേഴ്സണലിൻ്റെ കാര്യം. ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സ് ഈ മാനേജറിൻ്റെ അണ്ടറിൽ കളിക്കാൻ സൂട്ടഡ് അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് എങ്ങനെ ചെൽസി ഓവർകം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഇന്നലെ 11 മണിക്ക് നടന്ന കളിയാണ് ആർസനലിൻ്റെ ഗെയിമായിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റായിട്ട്. ഫോറസ്റ്റിൻ്റെ ഹോമിലായിരുന്നു കളി, സിറ്റി ഗ്രൗണ്ടിലായിരുന്നു കളി. ആ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാര്യം ആർസനലിൽ ഉള്ളതാണിത്. അത് യു എക്സ്പെക്ട് ദിസ് ഫ്രം ആർസനൽ. ബീറ്റ് ദർ സെക്കൻഡ് ഓർ ഫസ്റ്റ്. അവർക്ക് ഗ്യാപ്പ് കൂട്ടാൻ പറ്റുന്ന 9 പോയിൻറ്റിലോട്ട് പോകാൻ പറ്റുന്നൊരു ചാൻസ് അവരതുകൊണ്ടേ കളഞ്ഞു. ലിവർപൂളായിട്ട് ഡ്രോ ആയി. ലിവർപൂൾ ഇപ്പോൾ യു ക്യാൻ സേ വി ആർ എ ബിഗ് ക്ലബ്, അതിൽ സംശയമൊന്നുമില്ല. ദേ വോണ്ട് ബി ഹാപ്പി വിത്ത് എ ഡ്രോ അഗേൻസ്റ്റ് ലിവർപൂൾ. അവരുടെ ഹോമിലാണത്. അവരതിനു വേണ്ടി കളിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ അവരുടെ ഹോമിൽ ഒരു പോയിൻറ്റ് ദേ വുഡ് ഹവ് ടേക്കൺ ദാറ്റ്. ബിക്കോസ് സിറ്റി കഴിഞ്ഞ ആഴ്ച പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തതുകൊണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ സിറ്റി ഓഫ് ലോസ്റ്റ് എ ഗെയിം. 9 പോയിൻറ്റിലോട്ട് ചാടാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ആഴ്സണലിന് പറ്റിയില്ല. വെരി ബോറിങ് ഗെയിം. ഞാൻ പകുതിക്ക് നിർത്തിപ്പോയി. എനിക്ക് മതിയായി കണ്ടിട്ട്. കാര്യം ഭയങ്കര ബോറിങ് ഗെയിമായിരുന്നു. ഒന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് എനിക്കൊന്നും കളിയെപ്പറ്റി പറയാനില്ല. പക്ഷേ ആർസണൽ ഫ്രം ഓപ്പൺ പ്ലേ ഇറ്റ്സ് വെരി കൺസേണിങ്. കാര്യം ഇത് കൈ ഹാവേർട്സ് വന്നാലോ ഗബ്രിയേൽ ജെസൂസ് കളിച്ചാലോ മാറുന്നൊരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഇറ്റ് ഈസ് ക്ലിയർലി ടാക്ടിക്സ്. കാര്യം അർട്ടേറ്റ പേടിച്ചാണ് കളിപ്പിക്കുന്നത്. അതായത് ഒരു 60 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അർട്ടേറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കണ്ട ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. പുള്ളിക്ക് ജയിക്കേണ്ട കളി ഏതാണ്, എന്നാൽ ഡ്രോ മതി എന്ന് പറയുന്ന കളികൾ ഏതാണ് എന്ന് ക്ലിയർലി പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എവിഡൻ്റ് ആണത്. അപ്പോൾ ഐ തിങ്ക് ആർസണൽ ഇന്നലെ ഐ ഡോണ്ട് നോ ഇഫ് ദേ പ്ലേ ടു വിൻ. കാര്യം അവർ വളരെ കംപ്ലേസൻ്റ് ആയിരുന്നു. ആൻഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും പറയണ്ടല്ലോ, ഷോൺ ഡൈഷിൻ്റെ ടീമാണ്.
യു കാൺട്ട് എക്സ്പെക്റ്റ് ദം ടു പ്ലേ ടിക്കറ്റാക്കിയോ അല്ലെങ്കിൽ ഹെവി മെറ്റൽ ഫുട്ബോളൊന്നും ഇല്ല. അവരും മാക്സിമം ഇതെടുക്കാൻ ഇപ്പോൾ ഒരു ഡ്രോ എടുത്തൊരു പോയിൻ്റ് കൊണ്ട് പോകാനേ നോക്കുള്ളൂ. ആൻഡ് അവരത് ചെയ്തു. ഐ തിങ്ക് എനിക്കൊരാളെ പറ്റി ഇടയ്ക്കിടെ ഞാൻ ചില ലൈവുകളിലും ചില വീഡിയോയിലൊക്കെ പറയുന്നതാണ്, അതായത് യോക്കിറസ് ഇസ് നോട്ട് ഗുഡ് ഇനഫ്. ഒരു വലിയൊരു സൈഡിന് പറ്റിയൊരു പ്ലെയറേ അല്ല വിക്ടർ യോക്കിറസ്. കാര്യം ഇപ്പോൾ യു ക്യാൻ ടെൽ കുറേ സ്ട്രൈക്കേഴ്സ് ഉണ്ട് പ്രീമിയർ ലീഗിൽ. ഓരോ ക്ലബ്ബുകളുടെ സ്ട്രൈക്കേഴ്സിന് എടുത്താൽ ഇപ്പോൾ എക്കിറ്റിക്ക് ആയിക്കോട്ടെ, ഹാലൻഡ് ആയിക്കോട്ടെ, ജോവാ പെഡ്രോ ആയിക്കോട്ടെ, ഡെലാപ്പ് ആയിക്കോട്ടെ, ഷെസ്കോ ആയിക്കോട്ടെ, സെർക്സി ആയിക്കോട്ടെ, ഇവൻ ടോണിയല്ല, ഇഗോർ തിയാഗോ ആയിക്കോട്ടെ, ബെറ്റോ ആയിക്കോട്ടെ, ബാരി ആയിക്കോട്ടെ, ഇപ്പോൾ ഇഗോർ ജെസസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കുറേ സ്ട്രൈക്കേഴ്സ് ഉണ്ട് പ്രീമിയർ ലീഗിൽ. ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് യോക്കിറസിനുള്ളത്, അതായത് ഹിസ് നോട്ട് ടെക്നിക്കലി ഗുഡ് ഇനഫ്. ടെക്നിക്കലി സൗണ്ട് അല്ല പുള്ളി. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ആർസണൽ ആസ് എ ടീമിനുണ്ട്. കാര്യം ഇന്നലെ ആർസണലിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ആർസണൽ ബിൽഡപ്പ് ചെയ്യുന്ന രീതി ചേഞ്ച് ചെയ്തു. അത് ഇറ്റ് ഈസ് ഫുള്ളി ടു അക്കോമഡേറ്റ് യോക്കിറസ്. അത് 3 at the ബാക്കിലൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ട് ഒരു ഫുൾ ബാക്കിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് 3 at the ബാക്കിൽ ബിൽഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇസ് ടു ക്രിയേറ്റ് സ്റ്റഫ് ഫോർ എ സ്ട്രൈക്കർ. 4 at the ബാക്കിൽ ബിൽഡ് ചെയ്ത്, അതായത് 4 പേര് ഒരുമിച്ച് നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നൊരു സൈഡാണ്. ദേ ചേഞ്ച് ടു 3 at the back. ദാറ്റ്സ് ക്ലിയർലി ബിക്കോസ് ദേ വോണ്ട് ദർ സ്ട്രൈക്കർ ടു ഡൂ സംതിങ്. സ്ട്രൈക്കറിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. യോക്കിറസിനെ പോലത്തെ ഒരു സ്ട്രൈക്കറെ വെച്ച് 4-3-3-ലോ 4-2-1-3-ലോ ഒന്നും മാനേജേഴ്സിന് ഗോൾ അടുപ്പിക്കാൻ പറ്റില്ല. 3 at the back കളിക്കുകയാണെങ്കിൽ തന്നെ യു ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് ഇനഫ് ടു പ്ലേ 3 at the back. അപ്പോൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ 3 at the back കളിക്കുക, എന്നിട്ട് സ്ട്രൈക്കർ സെൻറ്റർ ബാക്സിൻ്റെ ബാക്കിൽ കൂടെ ഓടുന്ന രീതിയിൽ വിങ്ങേഴ്സിനെ ടക്കിൻ ചെയ്യിക്കുക മിഡ് ഫേസിലോട്ട് വരുമ്പോൾ. അപ്പോൾ ക്ലിയർലി ആർട്ടേറ്റ ഇസ് ട്രൈങ് ടു ഡൂ സംതിങ്. ബിഗ് മണി സൈനിങ് ആണ്, പുള്ളിയെ കളിപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു ആവശ്യം പുള്ളിയുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളി അവനെ കളിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ക്ലിയർലി നോട്ട് വർക്കിംഗ് ഔട്ട്. ഓപ്പൺ പ്ലേയിൽ ആർസണൽ കൺസേണിങ് ആണ്. അടുത്ത യുണൈറ്റഡ് ആയിട്ടാണ്. എന്താവും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ സ്റ്റിൽ ദേ ആർ 7 points ക്ലിയർ. സിറ്റി ഹാസ് ബീൻ വെരി ബാഡ് കഴിഞ്ഞൊരു 4-5 മാച്ചായിട്ട്. അപ്പോൾ വിൽ സി ടൈറ്റിൽ റേസ് എന്താവും. വെരി വെരി വിയേർഡ് ലീഗ് ഇപ്രാവശ്യം. കാര്യം ഓരോ പൊസിഷനിലിരിക്കുന്ന ടീമുകളെ കണ്ടാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ്. അപ്പോൾ ഐ തിങ്ക് എന്താണ് ലീഗിൽ പറ്റുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നലെ ലാ ലീഗിലൊരു ഗെയിം നടന്നിരുന്നു. ഞാൻ ഗെയിം കണ്ടില്ല, ഹൈലൈറ്റ്സേ കണ്ടുള്ളൂ. അപ്പോൾ ട്വിറ്ററിൽ ഇന്നലെ മഡ്രിഡ് വേഴ്സസ് ലെവാൻ്റെ ആയിരുന്നു. അപ്പോൾ ഈ ഗെയിമിനകത്ത് പറയുകയാണെങ്കിൽ വാമപ്പിൻ്റെ സമയത്തൊക്കെ പ്ലെയേഴ്സിന് ഉണ്ടായിരുന്നു. എല്ലാ പ്ലെയേഴ്സിനും. മഡ്രിഡ് ഫാൻസ് ആർ നോട്ട് ഹാപ്പി. 2 ഗോളാണ് ജയിച്ചത് മഡ്രിഡ്. റൗൾ അസെൻസിയോടെ എംബാപ്പയുടെ ഒരു ഗോളാണ് ജയിച്ചത്. ആൻഡ് ദർ സെക്കൻഡ് ടൈറ്റിൽ റേസ് ഇപ്പോഴും ഉണ്ടോ? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ദർ. ടിൽ ഒരു പോയിന്റ് വരെ നമുക്ക് എപ്പോഴും അത് പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ഇന്ന് ബാഴ്സലോണയ്ക്ക് കളിയുണ്ട് ഇന്ന് രാത്രി. അപ്പോൾ വിൽ സി എന്ത് പറ്റും എന്നുള്ളത്. ആൻഡ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.